മനുഷ്യരുടെ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് രൂപപ്പെടുന്നത്? പലതും അതിശയിപ്പിക്കും. കുറ്റകൃത്യങ്ങളുടെ ഭയാനകമായ വഴികളിൽ പ്രണയവും ദാമ്പത്യവും ദാമ്പത്യേതരവും മാംസദാഹവുമൊക്കെ പലവട്ടം പല രൂപത്തിൽ നമ്മൾ കേട്ടു. പക്ഷേ ചിലപ്പോൾ ചില ബന്ധങ്ങൾ അത് രൂപപ്പെടുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അരുതാത്ത വഴികളിലൂടെയായിരിക്കും. പ്രണയത്തിനും ബന്ധങ്ങളുടെ ബന്ധനങ്ങൾക്കും പ്രായപരിധിയില്ല. പക്ഷേ വിശ്വാസം എന്നൊന്നുണ്ട്. വിശ്വാസം നശിച്ച ബന്ധങ്ങൾ പലപ്പോഴും ചെന്നെത്തുക മാപ്പില്ലാത്ത തെറ്റുകളുടെ ലോകത്താകും. ചിലപ്പോൾ ഒരു കൊലപാതകത്തിലാകും അത് അവസാനിക്കുക. ആരംഭിക്കാം. കേരളത്തിന്റെ വ്യാവസായിക നഗരം ഉറങ്ങുമ്പോൾ ഉറക്കമില്ലാതെ പാഞ്ഞുപോയ ഒരു തീവണ്ടിയിൽ നിന്നാണ് അയാൾ ആ കാഴ്ച കണ്ടത്. അത് നഗരത്തെ പിടിച്ചുലച്ച ഒരു കൊടും ക്രൂരകൃത്യത്തിന്റെ തുടക്കമായിരുന്നു. ഫെബ്രുവരി 24 ചൊവ്വാഴ്ച പുലർച്ചെ 1:45 വൈറ്റില ഭാഗത്തുകൂടി കടന്നുപോയ അമൃത എക്സ്പ്രസ് രാത്രിയായതുകൊണ്ടും സ്റ്റേഷൻ അടുത്തായതുകൊണ്ടും വേഗത കൂടുതലായിരുന്നില്ല. ലോക്കോ പൈലറ്റ് അതീവ ശ്രദ്ധയോടെയാണ് ആ ഭാഗത്തുകൂടി കടന്നുപോകുമ്പോൾ ട്രെയിൻ നിയന്ത്രിച്ചിരുന്നത്. പെട്ടെന്നാണ് അയാൾ ആ കാഴ്ച കണ്ടത്. വൈറ്റില മേൽപ്പാലത്തിന് താഴെയുള്ള ട്രാക്കിനടുത്തുള്ള ഒരു കുറ്റിക്കാടിനോട് ചേർന്ന് ആരോ കിടക്കുന്നു. ഒന്നുകൂടി നോക്കി. കടന്നു പോകുമ്പോഴേക്കും ഒരു ഏകദേശ രൂപം കിട്ടി. അതൊരു സ്ത്രീയാണ്. പക്ഷേ അവർ കിടക്കുന്ന ട്രാക്ക് ഉപേക്ഷിക്കപ്പെട്ടതല്ലേ? അപ്പോൾ പിന്നെ ട്രെയിൻ തട്ടിയൊന്നുമാകാൻ സാധ്യതയില്ല. ജീവനുണ്ടോ എന്ന കാര്യത്തിലും ഉറപ്പില്ല. ആ പരിസരത്തൊന്നും ആരുമുണ്ടായിരുന്നില്ല. അങ്ങനെയൊരു സ്ത്രീ അവിടെ കിടക്കുന്നത് പെട്ടെന്നാരും കാണാനും സാധ്യതയില്ല. വിവരം മുകളിലേക്ക് അറിയിക്കണം. ദീർഘദൂര യാത്രയാണ്. ട്രെയിൻ നിർത്താനോ മൃതദേഹത്തിനടുത്തെത്താനോ സാധിക്കില്ല. സാധാരണയായി ഇത്തരത്തിൽ ട്രാക്കിൽ മൃതദേഹം കണ്ടാലോ അസ്വാഭാവികമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാലോ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുകയാണ് പതിവ് രീതി. ലോക്കോ പൈലറ്റ് പക്ഷേ എറണാകുളം നോർത്ത് സ്റ്റേഷനിലെത്തുന്നതുവരെ കാത്തിരുന്നു. റെയിൽവേ സ്റ്റേഷൻ എറണാകുളം നോർത്ത്. പതിവില്ലാത്ത വിധം അന്ന് സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിലേക്ക് ലോക്കോ പൈലറ്റ് ഇറങ്ങി ഓടി. വൈറ്റില മേൽപ്പാലത്തിനു താഴെ ഒരു സ്ത്രീയുടെ മൃതദേഹമുണ്ട്. പോസ്റ്റ് 4:17 കണ്ടത്. ലോക്കോ പൈലറ്റ് നൽകിയ വിവരം സ്റ്റേഷൻ മാസ്റ്റർ RPF ഉദ്യോഗസ്ഥരെ അറിയിച്ചു. RPF സംഘം പോസ്റ്റ് നമ്പർ പരിശോധിച്ചു. 4/17 മരട് പോലീസിന്റെ അധീനതയിലുള്ള പ്രദേശം. ഒട്ടും വൈകാതെ തന്നെ RPF അക്കാര്യം മരട് പോലീസിന് കൈമാറി. 2026 ഫെബ്രുവരി 24 ചൊവ്വാഴ്ച പുലർച്ചെ 2:30. ട്രെയിൻ തട്ടിയതാകാം. ആളിന് ജീവനില്ല എന്നത് ഉറപ്പാണ്. ഉപയോഗമില്ലാത്ത ട്രാക്കിലാണ് മൃതദേഹമെങ്കിലും അത് ട്രെയിൻ തട്ടി തെറിച്ചു പോയാലുമാകാം. അവിടെ എത്തി ആദ്യഘട്ട പരിശോധന നടത്തിയ RPF സംഘം ലോക്കൽ പോലീസിന്റെ വരവിനായി കാത്തു. മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം എത്തിയപ്പോൾ തന്നെ ആദ്യം പരിശോധിച്ചത് അത് ആത്മഹത്യയാകാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യമാണ്. മൃതദേഹം കിടക്കുന്ന ട്രാക്ക് റെയിൽവേയുടെ കണക്കിൽ ഡിസ്യൂസ്ഡ് ട്രാക്കാണ്. ഉപയോഗിച്ചിരുന്നപ്പോൾ തന്നെ അതൊരു ഉപ ട്രാക്കായിരുന്നു. മൃതദേഹം അവിടെ ആരോ ഉപേക്ഷിച്ചതാകാനാണ് സാധ്യത. ആ ട്രാക്കിന് അടുത്തെവിടെയെങ്കിലും വച്ച് മരണപ്പെട്ട ശേഷം ഇവിടേക്ക് കൊണ്ടുവന്നതാകാം. എന്തായാലും ലക്ഷണങ്ങൾ വച്ച് അത് ട്രെയിൻ തട്ടിയുള്ള പരിക്കുകളോടെ അല്ല അവിടെ കിടക്കുന്നത്.
ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോലീസ് അവരുടെ ടാസ്ക് രണ്ടായി പകുത്തു. ഒരു സംഘം പരിസരത്തെ CCTV ദൃശ്യങ്ങൾ തേടിപ്പോയി. ഒരു ടീം ആ ട്രാക്കും പരിസരവും അരിച്ചുപെറുക്കി. മുഖത്ത് മുറിവേറ്റ പാടുകളുണ്ട്. മൂക്കിൽ നിന്നും രക്തമൊലിക്കുന്നുണ്ട്. തല ട്രാക്കിനു മുകളിലേക്കും കഴുത്തിനു താഴേക്കുള്ള ഭാഗം പുറത്തേക്കുമായാണ് കിടക്കുന്നത്. ധരിച്ചിരിക്കുന്ന ചുരിദാറിന്റെ പാന്റ് ചെറുതായി താഴേക്ക് നീങ്ങിയിട്ടുണ്ട്. പക്ഷെ മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണമില്ല. പ്രായം 30-നും 40-നും ഇടയിൽ തോന്നിക്കും. തിരുവനന്തപുരത്തു നിന്നും രാമേശ്വരത്തേക്ക് പുറപ്പെടുന്ന അമൃത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് വിവരം നൽകിയിരിക്കുന്നത്. മൃതദേഹത്തിന്റെ മുഖം വരുന്ന ഭാഗത്ത് മാരകമായ ചതവുണ്ട്. ട്രെയിൻ ഇടിച്ചതല്ലെങ്കിൽ പിന്നെ അതൊരാളുടെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കൂട്ടത്തിന്റെ മർദ്ദനമാണ്. ക്രൂരമായ മർദ്ദനത്തിന്റെ പാടുകൾ തലയുടെ വശത്തും പിൻഭാഗത്തും കല്ലുകൊണ്ട് ഇടിച്ചതുപോലെ തോന്നിപ്പിക്കുന്നു. അല്ലെങ്കിൽ തല പിടിച്ച് റോഡിലോ കല്ലുകളുള്ള ഭാഗത്തോ ഇടിപ്പിച്ചിരിക്കാം. പരിശോധനയ്ക്കായി മൃതദേഹത്തിന്റെ തലഭാഗം ഉയർത്തിയപ്പോഴാണ് കഴുത്ത് ഒടിഞ്ഞ നിലയിലായിരുന്നുവെന്ന് മനസ്സിലായത്. അങ്ങനെയെങ്കിൽ ശ്വാസം മുട്ടിച്ചതിന്റെ ലക്ഷണങ്ങളെന്നും അനുമാനിക്കാനാകും. മൃതദേഹം മൂടാൻ തുണി വേണം. പോലീസ് സമീപത്തെ വീടുകളിലെത്തി. അവിടെ അധികം വീടുകളില്ല. ബഹളമൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. സമീപവാസികൾ ഒന്നും അറിഞ്ഞ മട്ടില്ല. പൊതുവെ രാത്രികളിൽ ആളുകൾ ഒരുപാടുണ്ടാകാറുള്ള പ്രദേശമാണത്. പലരും ഒത്തുകൂടാനും മറ്റും ട്രാക്കിന്റെ പരിസരത്തെത്തുന്ന പതിവുണ്ട്. നിയമപരവും അല്ലാത്തതുമായ പലതരത്തിലുള്ള കൂടിച്ചേരലുകൾ, ലഹരി ഉപയോഗത്തിനും പലരും തിരഞ്ഞെടുക്കുന്ന പ്രദേശമാണത്. പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പോലീസിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. ആരാണ് മരിച്ചതെന്നോ കൊന്നതെന്നോ അപ്പോഴും അറിയില്ല. മറ്റൊരു സാധ്യത ട്രെയിനിൽ നിന്നും വീണു മരിച്ചതാകുമോ എന്നതാണ്. അത്തരമൊരു സാധ്യതയെ തള്ളിക്കളയാനാകില്ലെന്ന് യുവതിയുടെ ശരീരത്തിലെ ചില മുറിവുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ട്രാക്ക്, അതിലൂടെ ട്രെയിനുകൾ സാധാരണ കടന്നു പോകാറില്ല. ട്രെയിനിൽ നിന്ന് വീണാണ് മരണമെങ്കിൽ തന്നെയും ഉപയോഗശൂന്യമായ ആ ട്രാക്കിലേക്ക് നീളുന്ന അത്രയും അകലം വീണു തെറിക്കാനുള്ളതിനേക്കാൾ കൂടുതലാണ്. അതായത് ആ മരണം സാധാരണമല്ല, അത് കൊലപാതകം തന്നെയാകാം. മൃതദേഹം കിട്ടിയ ട്രാക്കിൽ നിന്നും അധികം ദൂരെയല്ലാതെ ഒരു മൊബൈൽ ഫോൺ, അതപ്പോഴാണ് പോലീസിന് ലഭിച്ചത്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ആ മൊബൈൽ ഫോൺ പോലീസും പരിശോധിച്ചു. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോയവർക്ക് ഏതാണ്ട് പുലർച്ചെയാകും വരെ പ്രത്യേക ലീഡുകൾ ഒന്നും കിട്ടിയില്ല. രാത്രി സമയമായതുകൊണ്ട് തന്നെ പോലീസിന്റെയും റെയിൽവേയുടെയും ക്യാമറ ദൃശ്യങ്ങൾ മാത്രമേ പരിശോധിക്കാൻ കഴിഞ്ഞുള്ളൂ. പോലീസ് അന്വേഷണം 3 ഭാഗങ്ങളായി പുരോഗമിച്ചു. ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരു ടീം, മെഡിക്കൽ പരിശോധനകൾക്കും നടപടികൾക്കുമായി ഒരു ടീം. ഇനി സുപ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട്. പോലീസിന്റെ പ്രധാന ഫോക്കസും അങ്ങോട്ടേക്കാണ്. മരിച്ചത് ആരാണ്? അത് കിട്ടിയാൽ പിന്നെ കൊലയാളിയിലേക്ക് എത്താൻ കുറെ കൂടി എളുപ്പമാണ്. മൃതദേഹം കിടന്നതിന് സമീപത്തു നിന്നും കിട്ടിയ മൊബൈൽ ഫോൺ മാത്രമാണ് മരിച്ച ആളിലേക്ക് എത്താനുള്ള മാർഗം. അത് മരിച്ച സ്ത്രീയുടെ ഫോണാണെങ്കിൽ മാത്രം. പക്ഷെ ഫോൺ ലോക്കാണ്. സിം ഊരി മറ്റൊരു ഫോണിലിട്ട് ചില നമ്പറുകളിലൊക്കെ വിളിച്ചു നോക്കി. ഉറക്കമായതിനാലാകും ആരും ഫോൺ എടുത്തില്ല. അപ്പോൾ തന്നെ ആ നമ്പർ കണ്ടെത്തി സൈബർ സെല്ലിന് നൽകി. സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടെ ആ ഫോണിന്റെ ഉടമയെ പോലീസ് ട്രേസ് ചെയ്തു. ഉടമ സുധാ ബേബി എന്നൊരു സ്ത്രീയാണ്. സുധാ ബേബി മൊബൈൽ ഫോൺ കണക്ഷൻ എടുക്കാനായി നൽകിയ ആധാർ വിവരങ്ങൾ വെച്ച് നടത്തിയ അന്വേഷണത്തിൽ അവർ കോട്ടയം സ്വദേശിയാണ്
എന്നു മനസ്സിലായി. മൃതദേഹത്തിലെ വസ്ത്രങ്ങൾ പരിശോധിച്ചതിൽ ഒരു ലേബൽ ലഭിച്ചിരുന്നു. അത് ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൻ്റെതായിരുന്നു. ആ സ്ഥാപനം പക്ഷേ എറണാകുളത്താണ്. സ്വദേശം കോട്ടയത്തും വസ്ത്രം വാങ്ങിയിരിക്കുന്നത് എറണാകുളത്തും. മരിച്ചത് സുധ തന്നെയാണോ എന്ന കാര്യത്തിൽ പോലീസ് ഇതോടെ ആശയക്കുഴപ്പത്തിലായി. അടുത്ത ദിവസം പകലിൽ തന്നെ പ്രാഥമിക മൃതദേഹ പരിശോധനയിൽ ഒരു കാര്യം ഉറപ്പിച്ചു. അത് കൊലപാതകം തന്നെ. മുഖത്തും കഴുത്തിലും മാരകമായ മർദ്ദനം, തല കല്ലുകൊണ്ട് ഇടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മരണമുറപ്പിക്കും വരെ ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകം. ഏതാണ്ട് പ്രാഥമികമായ വിവരങ്ങൾ ഇത്രയുമാണ്. കണ്ടുകിട്ടിയ ഫോൺ സുധാ ബേബിയുടേതാണ്. സുധാ ബേബി, വയസ്സ് 46, മൂലക്കളത്തിൽ പൂവൻതുരുത്ത്, പനച്ചിക്കാട്, കോട്ടയം. കോട്ടയത്ത് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് അക്കാര്യവും ഉറപ്പിച്ചു. സുധാ ബേബി കുറച്ചുനാളായി എറണാകുളത്താണ് താമസം. പോലീസിന്റെ ആ ആശയക്കുഴപ്പം മാറി. ഫോൺ ഉടമയാണ് എന്നതുകൊണ്ട് മരിച്ചു കിടന്നത് സുധാ ബേബിയാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. എങ്കിലും കൊല്ലപ്പെട്ടത് സുധ തന്നെ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൂടുതൽ വ്യക്തത വരുത്തുന്നതിനുള്ള ശ്രമത്തിലായി പോലീസ്. പോലീസ് അന്വേഷിച്ച CCTV റെക്കോർഡറുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആ പകലിൽ തന്നെ ലഭിച്ചു. സൂക്ഷ്മതയോടെയുള്ള പരിശോധനയിൽ സംശയമുള്ള ചില ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കണ്ടു. ആ സമയത്ത് ഒരു സ്ത്രീ പതിഞ്ഞ ഒരു ക്യാമറയുണ്ട്. 2026 ഫെബ്രുവരി 23 രാത്രി 11:30. മൃതദേഹം കിട്ടുന്നതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു യുവതി മറ്റൊരാൾക്കൊപ്പം കാറിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ. കൂടെയുള്ളയാൾക്ക് ഏതാണ്ട് 70 വയസ്സോളം പ്രായം വരും. യുവതിക്ക് പ്രായം 40കളിലാണ്. അവർ കാറിൽ നിന്നും ഇറങ്ങി പാലത്തിന്റെ അടിയിലേക്ക് നടന്നു പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇരുട്ടാണ് മിക്കവാറും ഭാഗങ്ങളിലെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് അവർ വന്നിറങ്ങിയത്. മൃതദേഹമായി ട്രാക്കിലുണ്ടായിരുന്ന അതേ യുവതിയാണ്. അതുറപ്പിക്കാൻ 2 കാരണങ്ങൾ. ഒന്ന്, മുഖം മർദ്ദനമേറ്റ് രൂപമാറ്റമുണ്ടായെങ്കിലും സാമ്യം ഏതാണ്ട് ഉറപ്പിക്കാം. രണ്ടാമത്തെ കാരണം ധരിച്ചിരിക്കുന്ന വേഷം ചുരിദാറാണെന്നതും ആ നിറവുമാണ്. അത് ആ സ്ത്രീ തന്നെ. യുവതിയും വൃദ്ധനും കൂടി കാറിൽ വന്നിറങ്ങുന്നത് 11:30 ശേഷമാണ്. പരസ്പരം സംസാരിച്ചുകൊണ്ടാണ് അവർ ആ പാലത്തിനടിയിലേക്ക് പോയത്. ചില ചെറുപ്പക്കാർ ആ വഴി പലപ്പോഴായി കടന്നുപോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പക്ഷെ അവർ രണ്ടുപേരും പോയ ആ പാലത്തിനടിയിലേക്ക് മറ്റാരും പോയിട്ടില്ല. ആ ഭാഗത്തൊക്കെ ആ സമയത്തത്ര സുരക്ഷിതമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ ലഹരി ഉപയോഗത്തിന്റെയും വ്യഭിചാരത്തിന്റെയുമൊക്കെ ഒരു ഹബ്ബാണ്. ഇരുട്ടിന്റെ മറവിൽ നടക്കുന്ന അനാശാസ്യത്തെക്കുറിച്ചൊക്കെ നാട്ടുകാർക്ക് പരാതിയുമുണ്ട്. പക്ഷെ ആ പാലത്തിനടിയിലേക്ക് നടന്നു നീങ്ങിയവർക്ക് അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമുള്ളതായി ഉറപ്പിക്കാനും കഴിയില്ല. ദൃശ്യങ്ങളുടെ പരിശോധന തുടർന്നു. പോലീസ് പിന്നെ തിരഞ്ഞത് ഒരൊറ്റ കാര്യമാണ്. പോയവരിൽ ഒരാൾ മടങ്ങി വന്നില്ല എന്ന കാര്യം വ്യക്തം. പക്ഷെ കൂടെയുള്ള വൃദ്ധൻ, അയാൾ മടങ്ങി വന്നു. 2026 ഫെബ്രുവരി 24 ചൊവ്വാഴ്ച പുലർച്ചെ 1 മണി. പോലീസ് വളരെ സാവധാനം സൂക്ഷ്മമായി നടത്തിയ പരിശോധനയിൽ അവർ പ്രതീക്ഷിച്ച ആ രംഗം. ഇരുട്ടിൽ നിന്നും ഷർട്ടിൽ പിടിച്ചുകൊണ്ട് അയാൾ വെളിച്ചത്തിലേക്ക് നടന്നു വരുന്നു. ഒറ്റയ്ക്കാണ്. അങ്ങോട്ട് കൂടെ പോയ യുവതി ഇപ്പോൾ കൂടെയില്ല. അവർ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞു എന്നുറപ്പിക്കാം. കാരണം ആ സമയം മുതൽ ഏതാണ്ട് 45 മിനിറ്റുകൾക്കകം ലോക്കോ പൈലറ്റ് ആ കാഴ്ച കണ്ടിട്ടുണ്ട്. അതായത് യുവതിയെ ആ പാലത്തിനടിയിലേക്ക് ആ വൃദ്ധൻ കൊണ്ടുപോയത് മരണത്തിലേക്കായിരുന്നു എന്നനുമാനിക്കാം. ഇനി ലക്ഷ്യം അയാൾ തന്നെ. പക്ഷേ
ആരാണ് അയാൾ? ആദ്യം സുധയുടെ വിവരങ്ങളായിരുന്നു വേണ്ടത്. ആരാണ് സുധാ ബേബി? കോട്ടയത്ത് നിന്ന് അവർ ഇവിടെ എങ്ങനെയെത്തി? ദൃശ്യങ്ങളിൽ കണ്ട വൃദ്ധനുമായി സുധയുടെ ബന്ധമെന്ത്? കൊലയാളി ആരെന്നറിയാൻ ആ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചേ തീരൂ. മൃതദേഹത്തിന്റെ തലഭാഗം ട്രാക്കിലേക്ക് കയറ്റിവെച്ച കൊലയാളിക്ക് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ട്രെയിൻ കയറിയിറങ്ങി തലയറ്റുപോയാൽ സംഗതി ആത്മഹത്യയായി മാറും. അതായത് ആ യുവതിയെ അങ്ങോട്ട് കൊണ്ടുവന്നതും പാലത്തിനടിയിലേക്ക് കൊണ്ടുപോയതും കൊന്നതുമൊക്കെ ഒരു മുൻകൂട്ടിയുള്ള പദ്ധതിയുടെ ഭാഗം തന്നെ. യുവതിയെ ഒഴിവാക്കാനുള്ള കൃത്യമായ പ്ലാനിങ്ങും എക്സിക്യൂഷനും. കാര്യം കഴിഞ്ഞാൽ ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാനുള്ള അവസാന നീക്കവും. പക്ഷേ അത് ട്രെയിൻ ഓടാത്ത ഉപേക്ഷിക്കപ്പെട്ട ഒരു ഉപ ട്രാക്കാണെന്ന് അയാൾ അറിയാതെ പോയി. മാത്രമല്ല, ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അതുവഴി പോയ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ആ ശരീരം അവിടെ കിടക്കുന്നത് കാണുകയും ചെയ്തു. കൃത്യത്തിനു ശേഷം പാലത്തിനടിയിൽ നിന്നും തിരിച്ചെത്തിയ ആ വൃദ്ധന്റെ ഷർട്ടിൽ ചോരപ്പാടുകളും കാണാമായിരുന്നു. രണ്ടുപേരും വന്ന കാറിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. CCTV ദൃശ്യങ്ങളിൽ നിന്നും ശേഖരിച്ച ചിത്രങ്ങൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയച്ചു. ആളെ കണ്ടെത്താനുള്ള എല്ലാ മാർഗങ്ങളും തേടി പോലീസ് ഇറങ്ങി. മൊബൈൽ ഫോണിന്റെ സിം കാർഡ് വിശദമായി പരിശോധിച്ചു. CDR എത്തി. മരിച്ച സ്ത്രീ ആരെ എപ്പോഴെല്ലാം വിളിച്ചു എല്ലാം പരിശോധിച്ചു. മൊബൈൽ ഫോണിന്റെ ഉടമയും മരിച്ചയാളും ഒന്ന് തന്നെ പോലീസ് സ്ഥിരീകരിച്ചു. സുധാ ബേബി, വയസ്സ് 46, കോട്ടയമാണ് സ്വദേശം. ഭർത്താവുമായി അകന്നു കഴിയുന്ന സുധ അമ്മയുമൊത്ത് പൂത്തോട്ടയിലാണ് താമസം. എറണാകുളത്ത് നിന്ന് വൈക്കത്തേക്കുള്ള വഴിയിൽ കോട്ടയം ജില്ലാ അതിർത്തിയിലുള്ള പൂത്തോട്ട. മെസ്സേജുകളും കോൾ വിവരങ്ങളും നിരീക്ഷിച്ചതിൽ നിന്നും ഷാജി എന്ന ആളുമായാണ് സുധയ്ക്ക് കൂടുതൽ ബന്ധമുള്ളതെന്ന് കണ്ടെത്തി. അയാളാണോ ദൃശ്യങ്ങളിലുള്ളതെന്ന് ഉറപ്പില്ല. പരസ്പരമുള്ള സന്ദേശങ്ങൾ കണ്ടിട്ട് ഷാജി ആ വൃദ്ധനാകാൻ സാധ്യത കുറവാണ്. ഫോൺ ടവർ ലൊക്കേഷൻ ലക്ഷ്യമാക്കിയുള്ള അന്വേഷണത്തിൽ തങ്ങൾ തിരയുന്ന ഷാജി എറണാകുളം വൈറ്റിലയ്ക്കടുത്ത പൊന്നുരുന്നിയിലുണ്ടെന്ന് വ്യക്തമായി. പോലീസ് എത്തുമ്പോൾ ഷാജി വീട്ടിൽ തന്നെയുണ്ട്. ഭാര്യയും മക്കളുമൊക്കെയുള്ള 64 വയസ്സുകാരൻ. ഷാജി പോലീസിനു മുന്നിൽ വിയർത്തു. ഷാജിയെ കണ്ട പോലീസ് അമ്പരന്നു. അതേ വൃദ്ധൻ, വൈറ്റില പാലത്തിനടിയിൽ യുവതിയെ എത്തിച്ച് കൊലപ്പെടുത്തിയ അതേയാൾ ഷാജി. ഷാജിക്കെതിരെയുള്ള തെളിവുകളെല്ലാമുണ്ട്. ആ സ്ഥലത്തെത്തിയതിന്റെ ദൃശ്യങ്ങൾ, സുധയുടെ ഫോണിലെ സന്ദേശങ്ങൾ, കോളുകൾ, ഷാജിയുടെ ആ ഷർട്ട് കണ്ടെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ആ രക്തക്കറ കൂടി ഉറപ്പിച്ചാൽ അതുമായി. പക്ഷെ ചോദ്യം അതല്ല, എന്തിന് ഈ കൃത്യം അയാൾ ചെയ്തു? സുധയുമായി നല്ല പ്രായവ്യത്യാസമുള്ള ഷാജിക്ക് സുധയോട് എന്തിനാണ് ശത്രുത? ഇവർ തമ്മിൽ എന്താണ് ബന്ധം? ചോദ്യമതല്ല, എന്തിന് ഈ കൃത്യം ചെയ്തു? സുധയുമായി നല്ല പ്രായവ്യത്യാസമുള്ള ഷാജിക്ക് സുധയോടുള്ള ശത്രുത എന്താണ്? ഇവർ തമ്മിൽ എന്താണ് ബന്ധം? സുധാ ബേബി, വയസ്സ് 46, കോട്ടയം ജില്ല. KV ഷാജി, വയസ്സ് 64, പൊന്നുരുന്നി, എറണാകുളം ജില്ല. കേരള ഹൈക്കോടതിയിലെ മുൻ ജീവനക്കാരനായിരുന്നു ഷാജി. സഹപ്രവർത്തകരുമായൊക്കെ നല്ല അടുപ്പമുള്ളയാൾ. സർവീസിൽ കയറിയ ആദ്യകാലം മുതൽക്ക് തന്നെ അയാൾ ഒപ്പം ജോലി ചെയ്യുന്ന അശ്വതിയുമായി നല്ല അടുപ്പത്തിലാണ്. ഏതാണ്ട് അടുത്തടുത്ത പ്രായം.
പരസ്പരം കുടുംബവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന അത്ര ആഴമുള്ള ബന്ധം. അശ്വതി കൂടുതലും സംസാരിച്ചിരുന്നത് മക്കളെക്കുറിച്ചാണ്. മകൾ സുധയുടെ വിവാഹവും മറ്റുമൊക്കെ സംസാര വിഷയമായി. ആ സമയത്ത് തന്നെയാണ് ഷാജി അശ്വതിയുടെ മകൾ സുധയുമായി പരിചയപ്പെടുന്നതും. പലപ്പോഴും വീട്ടിലേക്ക് അശ്വതി ക്ഷണിച്ചിരുന്നുവെങ്കിലും നിരസിക്കുകയായിരുന്നു പതിവ്. പക്ഷെ അന്ന് അശ്വതിയുടെ വീട്ടിലേക്ക് പോകാൻ തന്നെ ഷാജി തീരുമാനിച്ചു. അശ്വതിയുടെ കഥകളിൽ മാത്രം പറഞ്ഞു കേട്ടിട്ടുള്ള സുധയെ നേരിൽ കാണാമെന്ന ലക്ഷ്യവുമുണ്ട് അയാളുടെ മനസ്സിൽ. കൊലപാതകം നടക്കുന്നതിനും ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപാണത്. സുധയുടെ 20കൾ, ഷാജി 40കളിലും. വീട്ടിലെത്തിയ അതിഥിക്ക് അശ്വതി ചായ നൽകി സ്വീകരിച്ചു. ആ വൈകുന്നേരം ഷാജിയും സുധയും ഏറെ നേരം സംസാരിച്ചിരുന്നു. സുധയുടെ ചെറുപ്പവും പ്രസരിപ്പും ഷാജിയെയും ആകർഷിച്ചിരുന്നു. കൂടിക്കാഴ്ചകൾ പലയിടങ്ങളിലേക്കും നീണ്ടു. ചിലപ്പോൾ അവർ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടുമുട്ടി. ഒരുമിച്ച് ചായ കുടിച്ചും കടൽ തീരത്തു പോയും ഷാജിയും സുധയും കൂടുതൽ അടുത്തു. ഒടുവിൽ ആ ബന്ധത്തിന് മറ്റു പല മാനങ്ങളും കൈവന്നു. രണ്ടു പതിറ്റാണ്ടുകൾ അതിവേഗം കടന്നുപോയി. ഷാജിയുടെ കുടുംബമോ സുധയുടെ അമ്മയോ ഇതൊന്നും അറിഞ്ഞില്ല. നേരത്തെ തന്നെ ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുന്ന സുധയ്ക്ക് പക്ഷേ ഈ ബന്ധം ഒരു തമാശയോ നേരംപോക്കോ ആയിരുന്നില്ല. സുധ ഷാജിയുമായി കൂടുതൽ അടുത്തു. സ്വാർത്ഥത സ്നേഹത്തിനു മുകളിലേക്കായി. ഷാജിയെ കുടുംബത്തിൽ നിന്നും അടർത്തിയെടുത്ത് സ്വന്തമാക്കണം. സുധ അക്കാര്യം ഷാജിയോട് ആവശ്യപ്പെട്ടു. രണ്ടു മക്കളുടെ പിതാവ് കൂടിയായ ഷാജിയെ സംബന്ധിച്ച് സുധയുടെ സ്നേഹം ഒരുതരം വീർപ്പുമുട്ടലായി മാറി. അകലാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഭാര്യയോട് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പറയുമെന്ന് സുധ ഷാജിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. താൻ ആത്മഹത്യ ചെയ്യുമെന്നായി സുധ. ഇനി തന്റെ ജീവിതത്തിന് സുധ തടസ്സമാകുമെന്ന തോന്നൽ ഷാജിയുടെ മനസ്സിൽ അപ്പോഴേക്കും ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഒടുവിൽ 2026 ഫെബ്രുവരി 23 കാറുമായി പൂത്തോട്ട ഭാഗത്തു നിന്നും സുധയെ കൂട്ടാനെത്തിയത് ഷാജി തന്നെയായിരുന്നു. പരസ്പരം തുറന്നു സംസാരിക്കാം, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അവർ നേരെ പോയത് വൈറ്റിലയിലേക്കാണ്. ആദ്യം ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. ശേഷം നേരെ വൈറ്റില പാലത്തിനു താഴെയുള്ള റോഡിലേക്ക് കാർ തിരിച്ചു. മാസത്തിൽ 3 തവണയെങ്കിലും ഷാജിയും സുധയും തമ്മിൽ കാണും. പരസ്പരം കാണുന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്നത് സമയത്തെക്കൂടി കണക്കിലെടുത്താണ്. അതിലൊരു സ്ഥലമാണ് വൈറ്റിലപ്പാലത്തിന്റെ അടിയിലെ ഈ ഭാഗം. അവർ പലതവണ വന്നിട്ടുള്ള സ്ഥലം. ആ വിശ്വാസത്തിലാണ് ഷാജി ഇത്തവണയും വിളിച്ചപ്പോൾ സുധ കൂടെ ഇറങ്ങിയത്. എന്നാൽ തന്റെ ആവശ്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിരുന്ന സുധയോട് ഷാജി എന്ന് പലപ്പോഴും കയർത്താണ് സംസാരിച്ചിരുന്നത്. വൈറ്റില പാലത്തിനടിയിലും അന്ന് വാക്കുതർക്കമുണ്ടായി. കാറിൽ നിന്നിറങ്ങി അല്പം നടന്നപ്പോൾ തന്നെ തർക്കം രൂക്ഷമായി. ഈ വഴക്കിനിടയിലും ഷാജിക്ക് മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ടായിരുന്നു എന്നതു വ്യക്തം. സുധ പക്ഷേ അയാളുടെ അനുനയങ്ങൾക്കൊന്നും വഴങ്ങിയില്ല. പെട്ടെന്നാണ് സുധയുടെ ശബ്ദമുയർന്നത്. അടുത്തൊക്കെ പുകയെടുക്കാനിരിക്കുന്ന ആളുകൾ കേട്ടേക്കുമെന്നൊരു തോന്നൽ ഷാജിക്കപ്പോഴുണ്ടായി. അയാൾ വേഗം സുധയുടെ മൂക്കും മുഖവും കൂടി കൂട്ടിപ്പിടിച്ചു. ഒച്ചവെക്കല്ലേ എന്നാവശ്യപ്പെടുകയും ചെയ്തു. സുധ ഷാജിയുടെ ഷർട്ടിൽ പിടിച്ചപ്പോൾ കിട്ടിയത് അയാളുടെ മൊബൈൽ ഫോണായിരുന്നു. സുധ അത് തറയിലേക്ക് എറിഞ്ഞു പൊട്ടിച്ചു. പെട്ടെന്ന് ഷാജി പിടിയൊന്നയച്ചു. അയച്ച അതേ വേഗതയിൽ കൈമുഷ്ടി ചുരുട്ടി സുധയുടെ മുഖത്തേക്ക് ആഞ്ഞുവീശി. മാരകമായൊരിടി. ആ ഇടിയിൽ തന്നെ സുധ താഴേക്ക് വീണുപോയി. കുടുംബത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഷാജിയില്ല. കുടുംബമേ വേണ്ടെന്ന് വെച്ച് തന്റെ യൗവനം മുഴുവനും ഷാജിക്കായി മാറ്റിവെച്ചവളാണ് താനെന്ന് സുധ. ഷാജിക്ക് ഒരു കാര്യം മനസ്സിലായി. സുധ തന്റെ കുടുംബത്തെയാണ് പ്രണയത്തിന് പകരമായി ചോദിക്കുന്നത്.
കൊല്ലണം എന്നുറപ്പിക്കുന്നതും അങ്ങനെയാണ്. ഫോൺ തറയിലേക്ക് എറിഞ്ഞു പൊട്ടിച്ചതിന്റെ ദേഷ്യം അയാളിൽ രൂക്ഷമായി. മൂക്കും വായും കൂടി കൂട്ടിപ്പിടിച്ചു പൊത്തി അയാൾ ശക്തിയായി സുധയുടെ തല വശത്തേക്ക് ചരിച്ചു പിടിച്ചു. സുധയുടെ ശബ്ദമുയരാതിരിക്കാൻ കൈ കഴുത്തിലേക്ക് ചേർത്ത് ഞെരിച്ചമർത്തി. ആ പിടിയിൽ സുധയുടെ കഴുത്ത് ഒടിഞ്ഞു തൂങ്ങി. ഒന്നും നിൽക്കാൻ പോലുമാകാതെ കുഴഞ്ഞു വീഴാൻ തുടങ്ങിയ സുധയുടെ മുഖത്തേക്കാണ് അയാൾ ആഞ്ഞിടിച്ചത്. ഇടികൊണ്ട് താഴെ വീണ സുധയെ മുടി കുത്തിപ്പിടിച്ച് മുഖത്തും കണ്ണിലും ഇടിക്കുന്നത് അയാൾ തുടർന്നു. നിലതെറ്റി വീണ സുധയുടെ തല ട്രാക്കിലെ മെറ്റലിൽ ശക്തിയായി ഉരച്ചു. ട്രാക്കിനടുത്ത് കിടന്നിരുന്ന കരിങ്കല്ലിൽ സുധയുടെ തല ആഞ്ഞടിപ്പിച്ചു. തലയിൽ നിന്ന് വാർന്നൊലിക്കുന്ന രക്തത്തെ വകവയ്ക്കാതെ അയാൾ മർദ്ദനം നിർദാക്ഷിണ്യം തുടർന്നു. രക്തം അയാളുടെ ഷർട്ടിൽ തെറിച്ചത് അപ്പോഴാണ്. കുഴഞ്ഞു വീണ് നിശ്ചലമായ സുധയുടെ ശരീരം അയാൾ ആ കുറ്റിക്കാട്ടിലേക്ക് നീക്കിയിട്ടു. അല്പം നേരം അയാൾ ചുറ്റും നിരീക്ഷിച്ചു. ഇരുട്ടിന്റെ ആനുകൂല്യമുള്ള ഭാഗത്തേക്ക് നീങ്ങിയിരുന്ന അയാൾ തന്റെ പ്ലാനിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു. സുധ ഇടയ്ക്കിടെ ആത്മഹത്യാ ഭീഷണി ഉയർത്താറുണ്ട്. അത് സുധയുടെ അമ്മയ്ക്കും അറിയാം. അങ്ങനെ പലർക്കും അറിയാം. ആത്മഹത്യയായി മാറിയാൽ പിന്നെ താൻ സേഫാണെന്ന ഷാജി ഉറപ്പിച്ചതും അതുകൊണ്ട് തന്നെ. ട്രെയിൻ ഓടിയെത്തുമ്പോൾ തല അറ്റുപോകുന്ന തരത്തിൽ ട്രാക്കിലേക്ക് സുധയുടെ ശരീരത്തിന്റെ മേൽഭാഗം വലിച്ചു കയറ്റി. തല ട്രാക്കിനുള്ളിലേക്കാക്കി. കാര്യം ഭംഗിയായി എന്നുറപ്പിച്ച് അയാൾ പുറത്തേക്കിറങ്ങി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ട്രെയിൻ വരാനുണ്ട് എന്നുറപ്പിച്ചു. അയാൾ വന്ന വഴി പുറത്തിറങ്ങി മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. ട്രെയിൻ പൊയ്ക്കഴിഞ്ഞ ശേഷം മടങ്ങാമെന്നാണ് കരുതിയത്. പക്ഷേ പിന്നീട് RPF സംഘം ആ ഭാഗത്തെത്തിയതോടെ ഷാജി സ്ഥലം വിട്ടു. മൗവസ് ഫോയ് കുറ്റകൃത്യങ്ങളുടെ വിചാരണകളിൽ പരിഗണിക്കുന്ന ഒരു ഫ്രഞ്ച് തത്വമാണ്. ബാഡ് ഫെയ്ത്ത് എന്നൊക്കെ പറയാം. സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാൻ കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നുന്ന ഒരു നിലപാട് ചമച്ചെടുക്കുന്ന രീതിയാണ് അത്. തന്റെ കുടുംബം തകരാതിരിക്കാനാണ് ആ കൊലപാതകം ചെയ്തതെന്നാണ് ഷാജിയുടെ ന്യായം. അതൊരു യുക്തിയുള്ള ന്യായമല്ല ഷാജി. ഇറ്റ്സ് ഓൺലി എ മൗഫസ് ഫോയ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.